നിസ്കാരത്തിന്റെ 14 ഫർളുണ്ട്. ആ 14 ഫർളിനെ 3 സെക്ഷനായിട്ട് മാറ്റും. ഒന്ന് ഖൽബിയാണ്, മനസ്സിലുള്ളതാണ്, മനസ്സുകൊണ്ട് ഉള്ള ഒരു ഫർളുണ്ട്. രണ്ടാമത് കൗലിയാണ്. കൗലി എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയേണ്ടത്. നാവ് കൊണ്ട് പറയേണ്ട ഫർള് നമുക്കൊന്ന് നോക്കാം. ഒന്ന് അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറത്തുൽ ഇഹ്റാമാണ്. 2 ഫാത്തിഹയാണ്. 3 അത്തഹിയ്യാത്താണ്. 4 അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്താണ്. 5 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്ന 13ാമത്തെ ഫർളാണ്. ഈ 13 ഫർളും നമ്മൾ പ്രവർത്തനത്തിൽ വേണ്ടതാണ്. 14ാമത്തെ ഫർളോ തർത്തീബാണ്, ക്രമപ്രകാരം ചെയ്യലാണ്. 14 ഫർളാണേ നമസ്കാരത്തിന്, 14-1 കേട് വന്നാൽ എന്തിന്, നിസ്കാരം അപ്പോൾ തന്നെ പിഴവായി പോകുമേ, നിൽക്കുന്നു റബ്ബിൻ മുമ്പിൽ എന്തിന് ഭംഗമേ. അപ്പൊ ഒരു ഫർളിന് കേട് വന്നാൽ നിസ്കാരം എന്തായി മാറും? ബാത്തിലായി പോകും. അപ്പൊ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തഹിയ്യാത്ത് ഒന്ന് പരിചയപ്പെടലാം. നമ്മൾ അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരത്തിന്റെ ഫർളാണ്. അതിന്റെ ഗൗരവം എന്താണ്? നമുക്കറിയാം, നിസ്കാരം നിർബന്ധമായ എന്നാണ്? മിഅ്റാജിന്റെ രാത്രിയിലാണ്. അള്ളാഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖ സംഭാഷണം നടത്തിയ ദിവസത്തിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഇസ്റാഉം മിഅ്റാജും 2 സംഭവമാണ്. അപ്പൊ മിഅ്റാജ് അള്ളാഹുവിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമർപ്പിച്ച ആ പദങ്ങളാണ് നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് നമ്മളും അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നത്. അപ്പൊ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് അത്തഹിയ്യാത്ത്. എന്താണ്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ഇത്രയും പറഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു. എന്താണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അപ്പം ഏറ്റവും മർമ്മപ്രധാനമായ അത്തഹിയ്യാത്തില് ഒരക്ഷരം തെറ്റിപ്പോയാൽ, ഫാത്തിഹയിൽ ഒരക്ഷരത്തിൽ തെറ്റ് വന്നാൽ എന്ത് വരും? നിസ്കാരം ബാത്തിലാവും. അതേപോലെ ബാത്തിലാവുന്ന ഒരു വിഷയമാണ് അശ്രദ്ധയോടെ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ പഠിക്കണം, ഇൽമു പഠിക്കണം. പഠിച്ചെങ്കിലേ നമ്മുടെ ഇബാദത്തുകൾ ശരിയാവുള്ളൂ.